മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പൊതുദർശനം ആഗ്രഹിക്കാതിരുന്നിട്ടും MT അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തിയത്. നടക്കാവിലെ വീടായ സിതാരയിൽ നിന്നുള്ള വിലാപയാത്രയിലും വൻ ജനാവലി പങ്കെടുത്തു. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അൽ അമീൻ നമുക്കൊപ്പമുണ്ട്. അൽ അമീൻ, ഇന്നലെ രാത്രി 10:30 മുതൽ MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിതാരയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഒരുപാട് മനുഷ്യർ. പല നാടുകളിൽ നിന്ന് പലതരത്തിൽ അദ്ദേഹവുമായി അടുപ്പമുള്ള മനുഷ്യർ. ഇന്ന് വൈദ്യുത ശ്മശാനത്തിൽ അദ്ദേഹം എരിഞ്ഞില്ലാതാകുന്നതുവരെയുള്ള ചടങ്ങുകൾക്കൊപ്പം അവരുണ്ടായിരുന്നു. അദ്ദേഹം പല നിഷ്കർഷകളും മുന്നോട്ട് വെച്ചെങ്കിലും അതിൽ പലതിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു, അല്ലേ അമീൻ? സുജയ, കഥയിലൂടെ, നോവലിലൂടെ, ഒപ്പം തിരക്കഥയിലൂടെ, എഴുത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെയൊക്കെ തന്നെ ഒരു വിഭാഗം ജനങ്ങളെ ത്രസിപ്പിച്ച കലാകാരനാണ്, കഥാകാരനാണ്. മലയാളത്തിൻ്റെ അഭിമാനമാണ്, സ്വകാര്യ അഹങ്കാരമാണ് MT. അങ്ങനെ ഒരാൾ വിട പറഞ്ഞ് അന്ത്യയാത്രാമൊഴിക്ക് തയ്യാറെടുത്ത് കിടക്കുമ്പോൾ അവിടെ ഒന്നും ആർക്കും ഒരു വിലങ്ങുതടിയായില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ മുതൽ ഇന്ന് ഈ 5:30 സംസ്കാര നടപടികൾ പൂർത്തിയാകുന്നതുവരെ സാംസ്കാരിക കേരളം, രാഷ്ട്രീയ കേരളം MTക്ക് വേണ്ടി കോഴിക്കോട് ഒത്തുകൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. MTക്ക് ജീവിതത്തിൽ പല ചിട്ടകളും ഉണ്ടായിരുന്നു, എഴുത്തിൽ പല നിഷ്കർഷകളും ഉണ്ടായിരുന്നു, പല നിർബന്ധ ബുദ്ധിയും ഉണ്ടായിരുന്നു. പക്ഷേ തൻ്റേതായ ആ നിർബന്ധത്തെയും തൻ്റേതായിട്ടുള്ള ആ നിഷ്കർഷകളെയും ഒക്കെ ആരെങ്കിലും ലംഘിച്ചാലും പൊട്ടിത്തെറിക്കുന്നതിനും ഒരു പരിധി MTക്ക് ഉണ്ടായിരുന്നു. പൂർണ്ണമായും പൊട്ടിത്തെറിച്ച് അവരെ വെറുപ്പിക്കുന്ന ഒരു നിലപാട് MT സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം, ഒരുപക്ഷെ സ്നേഹത്തോടെയുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കണം മരണാനന്തര കർമ്മക്രിയകളിലും ചടങ്ങുകളിലുമൊക്കെ ചില നിബന്ധനകൾ MT മുന്നോട്ട് വെച്ചെങ്കിലും കേരളത്തിൻ്റെ സ്നേഹം, ഒപ്പം മലയാളികളുടെ സ്നേഹം, എഴുത്തിൻ്റെ ലോകത്തെ, സാഹിത്യ ലോകത്തിൻ്റെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് MTയുടെ ആ നിർബന്ധ ബുദ്ധിയൊക്കെ ലംഘിക്കേണ്ടി വന്നു മലയാളിക്ക്. സംസ്ഥാന സർക്കാർ സ്നേഹപൂർവ്വം അത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ കുടുംബവും അതിനോടൊപ്പം നിന്നിരുന്നു എന്നുള്ളതാണ്. പൊതുദർശനം വേണ്ടതില്ല, വിലാപയാത്ര വേണ്ടതില്ല, ഔദ്യോഗിക ബഹുമതികൾ ഒന്നും തനിക്ക് വേണ്ടതില്ല എന്ന് MT പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ് സാഹിത്യ ലോകത്ത് MT വിരാജിച്ചത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് താൻ തൂലിക ചലിപ്പിച്ചത്. മരിക്കുന്നതും സാധാരണക്കാരനായാണ്, മരണാനന്തര യാത്രയും അങ്ങനെ ഒരു സാധാരണക്കാരനായി മതി എന്നുള്ള ഒരു വിനയാന്വിതനായുള്ള അന്ത്യയാത്രയാണ് MT കൊതിച്ചിരുന്നത്. പക്ഷേ കേരളത്തിന് പലതും സമ്മാനിച്ച, കേരളത്തെ, മലയാള ഭാഷയെ, രാജ്യത്തിൻ്റെ തന്നെ സംസ്കൃതിയൊക്കെ തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ഒരു മഹാമേരു യാത്രയായി പോകുമ്പോൾ, വിടചൊല്ലി പോകുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന യാത്രയപ്പ് നൽകിയില്ല എങ്കിൽ ഒരുപക്ഷേ നാളെ കേരളം അതോർത്ത് ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും തീർക്കാൻ പറ്റാത്തൊരു കടപ്പാടായി അവശേഷിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് MTയുടെ ആ നിർബന്ധ ബുദ്ധിയെ സ്നേഹത്തോടെ മാറ്റി നിർത്താൻ കേരളം തയ്യാറായതും കുടുംബം അതിനോടൊപ്പം നിന്നതും. ഇന്ന് വീട്ടിലെ സിതാരയിൽ നടന്ന പൊതുദർശനത്തിലാകട്ടെ, പൊതുദർശനത്തിന് വേറൊരു കേന്ദ്രം ഒരുക്കിയിരുന്നില്ല, വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ കാണുന്നതിനെ അവസരം ഒരുക്കിയത്. അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇടതടവില്ലാതെ ഒഴുകിയെത്തുകയായിരുന്നു. ഒരു ജനമഹാസാഗരം MTയോടുള്ള സ്നേഹവായ്പകളുമായി അവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്മൃതിപഥം എന്ന മാവൂരിലെ ശ്മശാന ഭൂമിയിലേക്ക് MT എത്തിയതും അവിടെ അന്ത്യയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങി ആ എഴുത്തിൻ്റെ വല്ലാത്തൊരു തീനാളമായി ജ്വലിച്ചു നിന്ന ആ ഒരു സാഹിത്യ സാമ്രാട്ട് ചിതയിലേക്ക് എരിഞ്ഞടങ്ങി ഇല്ലാതായി എന്ന് നമുക്ക് പറയാനാകില്ല. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബാക്കി വെച്ച് പോകുന്ന കഥകൾ അനവധിയാണ്, ഇതിവൃത്തങ്ങൾ അനവധിയാണ്, അവിടുത്തെ നായകന്മാർ അനവധിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പശ്ചാത്തലം ആ രീതിയിൽ സാധാരണക്കാരന് ബന്ധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. സ്വാഭാവികമായും അതിലൂടെയൊക്കെ, ആ തന്തുവിലൂടെ, ആ പശ്ചാത്തലത്തിലൂടെയൊക്കെ തന്നെ MT ജീവിച്ചിരിക്കും. അദ്ദേഹം ഈ വായനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കഥാവശേഷനായി തന്നെയാണ് അദ്ദേഹം പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഔദ്യോഗിക ബഹുമതിയൊക്കെ കൊടുത്തെങ്കിലും അതിനേക്കാൾ വലിയ ബഹുമതികൾ MT ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ബഹുമതികളൊക്കെ MT സ്വയം ഏറ്റുവാങ്ങിയതല്ല, അദ്ദേഹം ഏറ്റുവാങ്ങിയത് കേരളത്തിന് സമർപ്പിക്കുകയായിരുന്നു, മലയാളിക്ക് സമർപ്പിക്കുകയായിരുന്നു. ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച MTക്ക് പകരം വയ്ക്കാൻ ഒരു ആദരവും നമുക്ക് നൽകാനില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ പോലും നൽകാവുന്നതിൻ്റെ പരമാവധി ബഹുമതികൾ നൽകി തന്നെയാണ് MTയെ യാത്രയപ്പ് നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഈ സിതാരയിലെ വീട്ടിലായിക്കോട്ടെ, ഒപ്പം സ്മൃതിപഥം എന്ന ശ്മശാന ഭൂമിയിലേക്കായിക്കോട്ടെ ഒഴുകിയെത്ത ജനങ്ങൾ ആരും MTയുമായി നേരിട്ട് ബന്ധമുള്ളവരോ അങ്ങനെ വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളോ ഒന്നുമല്ല. പക്ഷേ MTയുടെ കഥാതന്തുക്കളിലൂടെ, കഥാപശ്ചാത്തലത്തിലൂടെ MTയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച ഒരു പറ്റം ജനങ്ങളാണ് MTയുടെ കഥകൾ വായിച്ച്, MTയുടെ നോവലുകൾ വായിച്ച്, അവിടുത്തെ കഥാപശ്ചാത്തലം
കാരണം എൻ്റെ ജീവിതവുമായി സാമ്യമുണ്ടല്ലോ, എൻ്റെ പശ്ചാത്തലവുമായി സാമ്യമുണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു ബന്ധം പുലർത്തിയ, അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു നൂൽബന്ധം, ഒരു നൂൽബന്ധത്തിലൊരു ഒരു പാലം പണിഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം ഡി. അത് തന്നെയാണ് മലയാളികളുമായി എം ഡിക്കുള്ള ബന്ധവും. ആ ബന്ധത്തിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയാണ് ഇന്ന് സിതാരയിലെ വീട്ടിലും അതുപോലെ തന്നെ ശ്മശാന ഭൂമിയിലുമൊക്കെ തന്നെ വൈകാരിക നിമിഷങ്ങളായി നമ്മൾ കണ്ടത്. ഏതായാലും എം ഡി എന്ന എഴുത്തിൻ്റെ തിരയും തീരവുമൊക്കെ തന്നെ ഒടുങ്ങിയിരിക്കുകയാണ്. കൂടല്ലൂരും കോഴിക്കോടും തമ്മിൽ കാലം ലഭിച്ച ഒരു കഥയ്ക്കാണ് അവസാനമായിരിക്കുന്നത്, അന്ത്യമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫിസിക്കൽ പ്രസൻസ് അനുഭവിക്കാനാവില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ പലതും കേരളത്തിലുണ്ട്, സാഹിത്യ ഭൂമികയിലുണ്ട്. അതിലൂടെ എം ഡി ഇനിയും ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ശ്മശാന ഭൂമിയിലേക്ക്, സ്മൃതിപഥത്തിലേക്ക് എം ഡി വരുമ്പോൾ അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എം ഡിയെ പലപ്പോഴും പല വേദികളിലേക്കും ക്ഷണിച്ചാലും എം ഡി ഒഴിഞ്ഞു മാറി ഒരു അതിഥിയായി അവിടെ പോകാൻ എം ഡി പലപ്പോഴും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു വിശിഷ്ടാതിഥിയായിട്ടൊന്നും എം ഡി പലപ്പോഴും പലയിടത്തും പോയിട്ടില്ല. പല വേദികളിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും താനാണ് ഏറ്റവും വലിയവൻ എന്ന രീതിയിൽ എം ഡി ഒരിടത്തും പോയിട്ടില്ല. ഇന്നിപ്പോൾ ഈ സ്മൃതിപഥത്തിൻ്റെ ഉദ്ഘാടകനായി ക്ഷണിക്കപ്പെടാത്ത അവിചാരിതമായ ഒരു അതിഥിയായിട്ട് കൂടി എം ഡി എത്തി എന്നുള്ളത് കൂടി അവസാന കാലത്തെ, അല്ലെങ്കിൽ ഈ ഇന്നത്തെ സായം സന്ധ്യയിലെ ഒരു ചരിത്രത്തിൽ ഇടം നേടുന്ന ഒന്നായത് മാറുകയാണ്. കാരണം 29-ാം തീയതിയാണ് സ്മൃതിപഥത്തിൻ്റെ, നവീകരിച്ച സ്മൃതിപഥത്തിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. അതിന് പല അതിഥികളെയും അധികൃതർ തീരുമാനിച്ചിരുന്നു, മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ ആ മനസ്സിൽ കണ്ടിരുന്ന കൂട്ടത്തിലൊന്നും എം ഡി ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവർക്കിടയിലേക്കാണ് ഒരിടത്തും ഇതുവരെ എം ഡി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, അവിചാരിത അതിഥിയായി ഒരിടത്തും എം ഡി പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടകനായി അവിടേക്ക് എം ഡി പോയി എന്നുള്ളതാണ്. അത് എം ഡിയുടെ മനസ്സിൻ്റെ കൂടി ഒരു നൈർമല്യത്തിൻ്റെ ഭാഗമായിരിക്കണം. കാരണം ഈ സ്മൃതിപഥത്തിലേക്ക് ഇനി വരാനുള്ള ആളുകളൊക്കെ സാധാരണക്കാരായിരിക്കും, സാധാരണക്കാരായിരിക്കും. അവരൊക്കെ ആയിരിക്കും അവിടുത്തെ ചിതയിൽ ഒതുങ്ങാൻ പോകുന്നത്. അങ്ങനെ സാധാരണക്കാരായ ആളുകളും അവരുടെ തീർച്ചയായും അവിടേക്ക് വന്ന മനുഷ്യർ കാലഭേദമില്ലാതെ അവർ ഒഴുകിയെത്തിയത് ഒരേ ഒരാളെ കാണാനാണ്, അവരുടെ പ്രിയപ്പെട്ട എം ടിയെ. അദ്ദേഹത്തിന് എല്ലാവരും കണ്ണീരോടെ വിട നൽകിയിരിക്കുകയാണ്. ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര പോയിരിക്കുകയാണ് പ്രിയപ്പെട്ട എം ടി.